ഗൈസ് ഇന്നലത്തെ ഒരു മത്സരത്തിന് ശേഷം ഞാൻ വീഡിയോസിലും അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരു മാച്ച് ഔട്ട് എന്ന് പറയുന്നൊരു കാര്യം ഉറപ്പായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്നുള്ളത് പലയിടങ്ങളിലും കണ്ട് നിങ്ങളുടെ ഒരുപക്ഷെ കമൻറ്റ് ബോക്സുകൾ വരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലരും എന്നോടൊക്കെ ഇപ്പം ചോദിക്കുകയും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പറയുകയൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം മാച്ച് ഔട്ടായി കഴിഞ്ഞാൽ ഇന്ത്യ ഫുട്ബോളിലെല്ലാം രക്ഷപ്പെടുമോ എന്നുള്ളത്. അതിൻ്റെ ഒരു ഉത്തരം നോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മാച്ച് ഔട്ടാകുക തന്നെ ചെയ്യണം. കാരണം അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു ചേഞ്ചസും സംഭവിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് മാച്ച് ആകണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് വേണമെങ്കിൽ പറയാം, മാച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, 3rd റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പുള്ളി തന്നെ പോകും. പുള്ളി ആ വാക്കിൻ്റെ വില കാണിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. അതർവൈസ് നമ്മൾ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഖത്തർ മത്സരം നമുക്ക് അങ്ങനെ ഒരു റിസൾട്ടായി പോയി എന്നുള്ളതൊക്കെ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ മാച്ച് നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്നൊക്കെ തെന്നി മാറുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഞാൻ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ 2nd റൗണ്ടിൻ്റെ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. നമുക്കിപ്പം ഖത്തർ, കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് എതിരാളികൾ. ഇതിൽ ഖത്തറിനെതിരെ നമ്മൾ മാക്സിമം 1 പോയിന്റ് നേടിയാൽ പോലും അത് എനഫാണ്. കുവൈറ്റിനെതിരെ നമ്മൾ ഹോമിൽ വിജയം, എവയിൽ ഒരു ഡ്രോ ആയി 4 പോയിന്റ് നേടുക, അഫ്ഗാനിസ്ഥാനെതിരെ 2 മത്സരങ്ങളും വിജയിക്കുക. ഇതാണ് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്നുള്ളത്. എന്നാൽ നമ്മളിപ്പം ഖത്തറിലേക്ക് വരുമ്പോഴത്തേക്കും 0 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് തന്നെ. അതുപോലെ കുവൈറ്റിനെതിരെ നമ്മൾ എവയിലാണ് വിജയിച്ചത്, ഹോമിൽ ഡ്രോ ആയി 4 പോയിന്റ്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പിഴച്ചത് ഈ പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള റിസൾട്ടാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം നമുക്ക് 6 പോയിന്റ് നേടേണ്ട സ്ഥാനത്ത് നമ്മൾ നേടിയത് ആകെ 1 പോയിന്റാണ്. അവിടെയാണ് നമുക്ക് സത്യത്തിലൊരു പ്രശ്നമുണ്ടായത്. അതേ സ്ഥാനത്ത് ഖത്തറും അതുപോലെ ഖത്തർ 4 പോയിന്റ് നേടി. അപ്പം ഈ ഒരു അണ്ടർ-23 ടീമുമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ കളിച്ചത്. അവർക്ക് അവർ ഡ്രോ നേടിയെടുക്കാൻ സാധിച്ചു. അണ്ടർ-23 എന്നല്ല പറയുന്നത്, ഒരു മെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു ടീം എന്നുള്ളത്. അപ്പോൾ കുവൈറ്റ് ആണെങ്കിൽ 6 പോയിന്റും അഫ്ഗാനിസ്ഥാനെതിരെ നേടിയിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. ആ സ്ഥാനത്താണ് നമ്മൾ 1 പോയിന്റ് നേടിയത്. ആ 1 പോയിന്റ് നേടിയത് മാത്രമല്ല, ഒരു വേഴ്സ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു മാർച്ചിലെ ആ 2 മത്സരങ്ങൾ. ഓർക്കുമ്പോൾ തന്നെ ഒരു ഹൊറിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ അവസാന ലാപ്പിലെ 2 മത്സരങ്ങൾ, അതായത് കുവൈറ്റിനെതിരെയും ഖത്തറിനെതിരെയും വരുമ്പോൾ മാച്ച് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. നമുക്ക് ക്യാമ്പ് ഇല്ലായിരുന്നു, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് 1 മാസത്തെ കൃത്യമായിട്ടുള്ളൊരു ക്യാമ്പൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു 2 മാച്ചിന് വേണ്ടി ഒരു സമീപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്താണ് റിസൾട്ട് വിടാം, എങ്കിൽ കൂടി എന്ത് തരത്തിലുള്ള പ്രകടനമാണ്. ഇപ്പോൾ കുവൈറ്റിനെതിരെ യാതൊരു വിധത്തിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ടീം ഗെയിം എന്ന നിലയിലോ അട്ടർ ഫെയിലിയർ ആയിരുന്നു. അതിന് തീർച്ചയായിട്ടും ഇഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന കോച്ച് ഉത്തരവാദി അല്ലേ? ഉറപ്പായിട്ടുമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ളൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു നമ്മൾ. ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലേക്ക് ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ള സാഹചര്യങ്ങളിലും വരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വേണം ഇഗോർ സ്റ്റിമാച്ച് ഔട്ടാകുക എന്നുള്ളൊരു കാര്യം ശക്തമായിട്ട് ഉയർത്തി കാട്ടുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ ഏഷ്യ കപ്പിൻ്റെ ഒരു ക്യാമ്പയിനൊക്കെ വന്ന് 3 മത്സരങ്ങൾ തോറ്റപ്പോൾ പോലും ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്യാമ്പ് മറ്റ് ടീമുകളെ അപേക്ഷിച്ച് കുറവായിരുന്നു, എതിരാളികൾ നമ്മളെക്കാൾ ശക്തരായിരുന്നു എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ന്യായമാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള തോൽവിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് പ്രകടനത്തിന് നമുക്ക് നിരത്താനാകുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സിറിയയുടെ പരിശീലകനായിട്ടുള്ള ഹെക്ടർ കൂപ്പർ, ഇദ്ദേഹത്തെ പറ്റിയൊക്കെ നമ്മൾ ഏഷ്യ കപ്പ് സമയത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. സിറിയ നല്ല പ്രകടനം ഏഷ്യ കപ്പിൽ നടത്തി അവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പ്രോഗ്രസ് വരെ ചെയ്തിരുന്നു. ഒരു മികച്ച ടാക്ടീഷ്യനാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് അവർ ഉസ്ബെക്കിസ്ഥാനെതിരെ നേടിയിട്ടുള്ള പ്രകടനമൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞതാണ്. മറ്റ് ടീമുകൾക്കൊക്കെ എതിരെ നേടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാണ്. എന്നാൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവർ അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല. അദ്ദേഹം റിസൈൻ ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. സോ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇഗോർ സ്റ്റിമാച്ചും ഉറപ്പായിട്ടും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അതിന് നമ്മൾ ഫാൻസ് മാക്സിമം പുഷ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം, ഞാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ ഉറപ്പായിട്ടും വിമർശനം നടത്തുക എന്നുള്ളൊരു കാര്യം ഞാൻ ഒരു പരിധിവരെയൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം IM വിജയനാണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ളത്. കാരണം അവരാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷൻസ് കാര്യങ്ങളിലേക്കൊക്കെ എടുക്കുന്നതിന് ഇപ്പോൾ AFF നയിക്കുന്നത്. അങ്ങനത്തെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരാളുകളാണ്.
എന്നാൽ ഇപ്പോൾ IM വിജയൻ എന്ന് പറയുന്ന ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു കാര്യം പറയുന്നു, ഇങ്ങനെ ഒരു അവർ കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിൽ AFF എടുത്തിട്ടുള്ളത്. ഒരു ലോങ് ടൈം കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അതായത് 2026 വരെയുള്ളൊരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അതിനോടൊപ്പം തന്നെ ഒരു 2 ഇയർ എക്സ്റ്റൻഷനുള്ളൊരു ഓപ്ഷനും വെക്കുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ എന്തിനാണ് ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ പിന്നെ ഇത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു തീരുമാനം അവർക്ക് സ്വമേധ എടുക്കാനാണ് എന്നുള്ളതെങ്കിൽ. ഇപ്പം കല്യാൺ ചൗബെ എന്ന് പറയുന്ന AFFൻ്റെ പ്രസിഡന്റ് മറ്റൊരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ സൈഡൊക്കെ ടെക്നിക്കൽ കമ്മിറ്റി മറ്റ് ജനറൽ സെക്രട്ടറി പോലുള്ളവരാണ് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൽ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉറപ്പായിട്ട് ഉത്തരവാദിത്തമുണ്ട്. ആ സമയത്ത് ഷാജി പ്രഭാകരനായിരുന്നു ആ ഒരു റോളിലുണ്ടായിരുന്നത്. അദ്ദേഹം മറ്റൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടോക്ക് സെഷനിൽ പറയുന്നത് കേട്ടു, അന്നത്തെ പെർഫോമൻസ് ഇന്ത്യ അണ്ടർ സ്റ്റിമാച്ച് മികച്ചതായിരുന്നല്ലോ, കുവൈറ്റിനെതിരെയും ലെബനനെതിരെയൊക്കെ നമുക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തതെന്ന്. അതിനെന്ത് ലോജിക്കാണുള്ളത്? ഈ ഒരു 2 മാച്ചസിലൊക്കെ അങ്ങനെ ഒരു പ്രകടനം നടത്തിയെങ്കിൽ കൊടുക്കേണ്ടത് ഒരു 2026 വരെയും അതുപോലെ അതിനോടൊപ്പം ഒരു 2+ ഒരു ഓപ്ഷൻ എന്ന നിലയിലാണോ കൊടുക്കേണ്ടത്? എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ബ്ലണ്ടർ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഷാജി പ്രഭാകരൻ പുള്ളിയുടെ പാട്ട് നോക്കി ആ ഒരു ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉറപ്പായിട്ടും പ്ലേയേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. കാരണം അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ഉഷാറും ഇല്ലാത്ത ഒരു രീതിയിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത തരത്തിലാണ് അവർ കളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. അതിലും കോച്ച് റെസ്പോൺസിബിൾ ആണ്. കാരണം അങ്ങനത്തെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത താരങ്ങൾ എന്തിന് വീണ്ടും വീണ്ടും ടീമിലെടുക്കുകയും കളിപ്പിക്കുകയും ചെയ്യും? അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് കാണിച്ചില്ലേ കളിപ്പിക്കേണ്ട, നാഷണലിന് വേണ്ടി കളിപ്പിക്കേണ്ട എന്ന് തന്നെ തീരുമാനത്തിലേക്ക് എത്തണം. ഞാനതാണ് മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റന്റൈനൊക്കെ അങ്ങനത്തെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പല താരങ്ങളും എത്ര ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും അവർ ടീമിന് വേണ്ടി 100% കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ, രാജ്യത്തിന് വേണ്ടി 100% കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെ കളിപ്പിക്കില്ല, അവരെ ടീമിലെടുക്കില്ല. ആ ഒരു കാര്യത്തിൽ ഇഗോർ സ്റ്റിമാച്ച് അട്ട ഫെയിലിയർ ആണ് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഇനി ഇതിന് പുറത്ത് ഇത് പല കാര്യങ്ങളുണ്ട്. അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പം PAO അല്ലെങ്കിൽ OCA പ്ലേയേഴ്സിൻ്റെയൊക്കെ വരവ്, അത് ഒരു ഗെയിം ചേഞ്ചർ ആകും എന്നുള്ളത്. പക്ഷേ അത് ഇനിയും നമുക്ക് സംഭവിക്കേണ്ടതാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ വരും. അത് കല്യാൺ ചൗബെയാണ് ആ കാര്യത്തിലൊക്കെ റെസ്പോൺസിബിൾ. ആ കാര്യങ്ങൾ ചെയ്ത് പിന്നെ സ്പോർട്സ് മിനിസ്ട്രിയുടെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമാണ് അങ്ങനെയുള്ള ഡിസിഷൻസിലേക്കൊക്കെ പോകേണ്ടത്. എനിവേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വേണം ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കുക തന്നെ ചെയ്യണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇഗോർ സ്റ്റിമാച്ചിന് പറ്റിയിട്ടുള്ള ഫെയിലിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും ഫിക്സ് ചെയ്യേണ്ട പല ഫാക്ടേഴ്സും ഉണ്ട്. അതും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിനൊരു ഫ്യൂച്ചറുള്ളൂ. അതിനോടൊപ്പം OCA എന്ന് പറയുന്നൊരു കാര്യങ്ങൾ അത് സംഭവിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. എന്താണെങ്കിലും നമുക്ക് എന്താകും സംഭവിക്കുക എന്നുള്ളത് നോക്കി കാണേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യുക. മറ്റൊരു കാര്യം സനിയ.